ഇത് ന്യൂയോർക്കിലുള്ള US ഓപ്പൺ ടെന്നീസ് നടക്കുന്ന ആന്ത്രാഷ്ട്രീയ സ്റ്റേഡിയത്തിലേക്കുള്ള വഴികളാണ്. അപ്പോൾ ഞാൻ കാണാൻ പോയ അന്നത്തെ ഫൈനൽ മാച്ച് കാണാനുള്ള തിരക്കായി കാണുന്നത്. നാട്ടിലായിരുന്നപ്പോൾ ഈ എന്താ പറയുന്നത്, ടെന്നീസുകളെല്ലാം തന്നെ കാണാറുണ്ട്. ഈ എല്ലാ ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, പിന്നെ US ഓപ്പൺ, ഇതെല്ലാം ടി വിയിൽ കാണാറുണ്ട്. അന്നത്തെ പ്രധാന താരങ്ങളെ ലൈനപ്പ് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ. ഈ മാർട്ടാ നവറത്തിലോവ, ബോറിസ് ബക്കർ, പിന്നെ സ്റ്റെഫി ഗ്രാഫ്, ആന്ദ്രേ അഗാസി, പീറ്റ് സാംബ്രാസ്, പിന്നെ ആരുടെയൊക്കെ ഒരുപാട് പേരുടെ പേരൊക്കെ മറന്നുപോയി. എന്നാലും ഈ കളികൾ മുഴുവൻ ഇരുന്ന് കാണാറുണ്ട്. അപ്പം അന്നേ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഇതൊരിക്കൽ കാണാൻ പറ്റിയിരുന്നെങ്കിലും. US വരാനൊരു സാധ്യത ഉണ്ടായപ്പോൾ, അത് ന്യൂയോർക്കിലേക്ക് അന്നും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത് കാണണമെന്ന് തീരുമാനിച്ചു. ഞാൻ പല ഗെയിമുകളും കണ്ടു, പല വർഷങ്ങളിലായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ കണ്ടതെല്ലാം തന്നെ ഈ എന്താ പറയുന്നത്, ഈ ഇനിഷ്യൽ സെഷൻസിലുള്ള കളികളായിരുന്നു. പക്ഷേ 2018 എനിക്ക് ആ ഫൈനൽ മാച്ച് കാണാനുള്ളൊരു ചാൻസ് കിട്ടി. സെറീന വില്യംസും ഒസാക്ക, ജാപ്പനീസ് ജമൈക്കൻ മിക്സിലുള്ള ഒസാക്കയും സെറീന വില്യംസും തമ്മിലുള്ള വിമൻസ് ഫൈനൽ 2018 ആന്തരാഷ്ട്രീയക്കകത്തിരുന്ന് ഞാൻ കണ്ടു. ഒരു വല്ലാത്തൊരു ഫീലാണ് സ്റ്റേഡിയത്തിലിരുന്ന് കാണാനായിട്ട്. ആരവവും കയ്യടിയും അതിൻ്റെ മുഴക്കം, അത് ആ സ്റ്റേഡിയം ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ആ എക്കോ, അതിൻ്റെ ആ അലയൊലികൾ ഇങ്ങനെ നിൽക്കും. ഓരോ സർവ് കഴിയുമ്പോൾ, ഓരോ പോയിൻ്റ് കിട്ടി കഴിയുമ്പോൾ ഒരു ബിയറൊക്കെ അടിച്ചിരുന്ന് കാണാൻ നല്ല സുഖമുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. വല്ലാത്തൊരു ഫീലായിരുന്നു. ഈ വർഷം ഈ ഓഗസ്റ്റ് 18 ഈ വർഷത്തെ കളി തുടങ്ങി. ഞാനത് സമയത്ത് ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. സാധാരണഗതിയിൽ നമ്മൾ 3-4 ടിക്കറ്റ് എടുത്തിടും, എന്നിട്ട് നമ്മുടെ ടിക്കറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കളിയുടെ അടുത്ത ഡേറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടിയ വിലയ്ക്ക് റീസെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അത് മറന്നുപോയി. ഇത്തവണ എനിക്ക് അങ്ങനെ വില കൂട്ടിയ ടിക്കറ്റ് എടുത്ത് കാണേണ്ട അവസ്ഥയായി. നോക്കണം, സമയമുള്ള പോലെ എന്തൊരു കളി കാണണം.